കൺമുന്നിൽ നിന്ന് ഒഴുകിപ്പോകുന്ന ചില വാർത്താ കാഴ്ചകളെ ഇതാ ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്ന വാർത്താ ശകലങ്ങളുടെ തടയണയാണ് നേർക്കാഴ്ച. സ്വാഗതം നേർക്കാഴ്ചയിലേക്ക്. പ്രസ്ഥാനങ്ങൾ പ്രക്ഷോഭങ്ങൾക്കിറങ്ങുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നതെന്ന് സ്വയം ചോദിച്ചു നോക്കണം. പ്രതികൾക്ക് നേരെ കല്ലെറിയുമ്പോൾ ആ കല്ല് ജനസാമാന്യത്തിന് നേരെ കൊള്ളാതെ നോക്കണം. വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ വ്യവസ്ഥാപിത സമരമാർഗങ്ങൾ ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു. ഉപരോധ സമരത്തിന്റെ പ്രകടനമെത്തുന്നതിന് മുമ്പ് തന്നെ LDFന്റെ മുതിർന്ന നേതാക്കൾ പോലീസ് ബാരിക്കേഡുകൾക്ക് മുന്നിൽ അണിനിരന്നു. ഈ സമയത്ത് ക്ലിഫ് ഹൗസിന് സമീപം താമസിക്കുന്ന വീട്ടമ്മ അതുവഴി സ്കൂട്ടറുമായി എത്തി. ബാരിക്കേഡ് നിരത്തി റോഡ് അടച്ചതിനാൽ യാത്ര തുടരാനായില്ല. വീട്ടിലെത്താൻ കഴിയില്ലെന്ന് കണ്ടതോടെ വീട്ടമ്മ പൊട്ടിത്തെറിച്ചു. ഉപരോധ സമരം നടത്തി പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്നതിലുള്ള അമർഷം നേതാവെന്നോ പോലീസെന്നോ നോക്കാതെ വീട്ടമ്മ മുഖത്തടിച്ച പോലെ പറഞ്ഞു. ഇതിനിടെ ഒരു മുതിർന്ന നേതാവ് യുവതിക്കെതിരെ നടത്തിയ പരാമർശം പ്രശ്നം വഷളാക്കി. അതോടെ നേതാക്കൾ പോലീസിന് നേരെ തിരിഞ്ഞു. ബാരിക്കേഡ് നിരത്തി സമരക്കാരെ തടയാനല്ലാതെ ഞങ്ങൾക്കൊരു കാര്യത്തിലും പങ്കില്ലെന്ന നിലപാടിലായിരുന്നു പോലീസ്. പൊതുജനത്തിനെന്ന പേരിൽ നടത്തുന്ന സമരങ്ങൾ പൊതുജനത്തെ ബുദ്ധിമുട്ടിച്ചാൽ ആം ആദ്മി പ്രതികരിക്കുന്ന കാലം വിദൂരമല്ലെന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്.